മടി പിടിച്ചിരിക്കുന്ന എനിക്ക് ഹസ്ബൻഡ് ഉണ്ടാക്കി തരുന്ന സിമ്പിൾ നെയ്ച്ചോറിന്റെ റെസിപ്പിയാണിന്ന്. ഇതിന്റെ കൂടെ കഴിക്കുന്ന ഗീ പരിപ്പ് കറിയുടെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിലിടാം. അതിനായി ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് ബിരിയാണി അരി എടുക്കുക. അത് നല്ലതുപോലെ കഴുകിയതിനു ശേഷം 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. അടുപ്പത്ത് കുക്കർ വെച്ച് ചൂടായി വരുമ്പോൾ അതിലൽപ്പം ഓയിലും 1 സ്പൂൺ ഗീയും കൂടെ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. എന്നാൽ മാത്രമേ സ്പൈസസിന്റെ ഫ്ലേവർ ഇതിലേക്ക് നല്ലപോലെ ഇറങ്ങുകയുള്ളൂ. ഇതിലേക്ക് 1 സവാളയും 3 പച്ചമുളകും ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി വെള്ളം കളഞ്ഞ് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റുക. ഇത് അരി പൊടിഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ്. അരി അളന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 2 വിസിൽ അടുപ്പിക്കുക. സ്റ്റീം എല്ലാം പോയതിനു ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് അല്പം മല്ലിയിലയും ഇട്ട് ഇളക്കി 5 മിനിറ്റ് കൂടി അടച്ചു വെക്കുക. ഇതാണ് എന്റെ ഹസ്ബൻഡിന്റെ സിമ്പിൾ ഗീ റൈസ്. ഈ ഗീ റൈസിന്റെ കൂടെ പരിപ്പ് കറി നല്ല ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. സൈഡിൽ വെച്ചിരിക്കുന്ന പോത്ത് റോസ്റ്റിന്റെയും പരിപ്പ് കറിയുടെയും റെസിപ്പീസ് പിന്നാലെ വരുന്നുണ്ട്. കാണാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.